എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ മലയാളം ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമുക്കൊരു കൂട്ടുകാരിയെ കിട്ടിയിരുന്നു. എന്തായിരുന്നു അവളുടെ പേര്? താര. താരയ്ക്ക് ഒരു കുഞ്ഞിക്കോഴിയുമുണ്ട്. താര കുഞ്ഞിക്കോഴിക്ക് തീറ്റ കൊടുത്തു ഇല്ലേ? എന്തു തീറ്റയാണ് താര കൊടുത്തത്? താര തീറ്റ കൊടുത്തപ്പോൾ ആരൊക്കെയോ അത് വന്ന് നോക്കി നിൽക്കുകയും ചെയ്തു. ആരൊക്കെയാണവർ? മറന്നുപോയോ? എങ്കിൽ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. പാഠഭാഗം ഒന്നുകൂടി നമുക്ക് വായിക്കാം. പാഠഭാഗം നമുക്ക് ഒന്നുകൂടി വായിക്കാം. ടീച്ചർ വായിക്കുന്നതിന്റെ കൂടെ നിങ്ങളും വായിക്കാൻ ശ്രമിക്കണം. താരയുടെ കുഞ്ഞിക്കോഴി. താര വന്നു, കൂട് തുറന്നു, കുഞ്ഞിക്കോഴി പുറത്തു വന്നു. താര അരി വിതറി, കുഞ്ഞിക്കോഴി അരി തിന്നു. താര നോക്കി നിന്നു, പരുന്ത് അതു കണ്ടു, കാക്കയും അതു കണ്ടു. വേറെ ആരെല്ലാം കണ്ടു? ദേ ഇവിടെ ഒരു തത്തയുണ്ട്. അപ്പോൾ ഇവിടെ എന്തെഴുതണം? തത്തയും അതു കണ്ടു. ഇങ്ങനെ നിങ്ങളുടെ ബുക്കിൽ എഴുതണം. ഇവിടെ നോക്കൂ. പാഠത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ. ഇവിടെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇത് എൻ്റെ മക്കൾക്ക് വായിക്കാൻ അറിയുമോ? ഇല്ലെങ്കിൽ ടീച്ചർ ഒന്ന് വായിച്ചു തരാം. വന്നു, നിന്നു, തിന്നു, തുറന്നു. ഒന്നുകൂടി വായിക്കാം. വന്നു, നിന്നു, തിന്നു, തുറന്നു. ഈ വാക്കുകളെല്ലാം നമ്മളുടെ പാഠഭാഗത്തിലുണ്ട്. കണ്ടിട്ടുണ്ടോ ഇവ? നമുക്കൊന്ന് നോക്കാം എവിടെയാണുള്ളത് എന്ന്. ദേ ഇവിടെ കിടക്കുന്നുണ്ട്. വന്നു. താര വന്നു. വട്ടം വരച്ചോ. തുറന്നു. കൂട് തുറന്നു. തുറന്നു എന്ന വാക്ക് അവിടെയുണ്ട് അല്ലേ? കുഞ്ഞിക്കോഴി പുറത്തു വന്നു. ദേ വീണ്ടും വന്നു. പിന്നെയോ? കുഞ്ഞിക്കോഴി അരി തിന്നു. ദേ തിന്നു. താര നോക്കി നിന്നു. അപ്പോഴിവിടെ ദാ നിന്നു. എല്ലാ ഉത്തരവും കിട്ടിയല്ലോ. എന്തൊക്കെയായിരുന്നു വാക്കുകൾ? വന്നു, തുറന്നു, തിന്നു, നിന്നു. വരച്ച് യോജിപ്പിക്കാം. ദാ ഇവിടെ വീണ്ടും 3 വാക്കുകൾ. അതിൻ്റെ എതിർവശത്തും 3 വാക്കുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണിത്? വായിച്ചു നോക്കാം. താര, കൂട്, അരി. ഇതിനോട് ചേർന്ന വാക്കുകളെ യോജിപ്പിക്കണം. നമുക്കൊന്ന് യോജിപ്പിച്ചു നോക്കാം. തിന്നു, വന്നു, തുറന്നു. കണ്ടോ? ഇവിടെ താര എന്നുള്ളതിന് നേരെ വന്നു എന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. കൂട്. കൂട് എന്നതിന് ചേരുന്നത് എന്താണ്? കൂട് തുറന്നു. അപ്പോൾ കൂട് തുറന്നു. താര വന്നു, കൂട് തുറന്നു. ഇനി അടുത്ത വാക്ക് എവിടെ? അരി. അരി തിന്നു. കണ്ടല്ലോ. ഇനി എങ്ങനെയത് യോജിപ്പിച്ച് വായിക്കുക? താര വന്നു, കൂട് തുറന്നു, അരി തിന്നു. വായിക്കാൻ കിട്ടുമോ? ഒന്നുകൂടി വായിക്കാം. താര വന്നു, കൂട് തുറന്നു, അരി തിന്നു. വായിക്കാം, എഴുതാം. താര വന്നു. ഇനി എന്തെഴുതണം? കൂട് തുറന്നു. ഇവിടെ നമ്മൾ എന്തെഴുതണം?
കൂട് തുറന്നു. ഇനി എന്ത് വേണം? അരി തിന്നു. കണ്ടോ? ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ താര എന്തു ചെയ്യുകയാണ്? താര താരയുടെ കുഞ്ഞിക്കോഴിക്ക് തീറ്റ കൊടുക്കുകയാണ്. എന്തു തീറ്റയാണ് കൊടുക്കുന്നത്? യെസ്, അരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ താര എന്തു പ്രവൃത്തിയാണ് ചെയ്യുന്നത്? താര അരി വിതറി. താര ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? താര അരി വിതറി. അതൊന്ന് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. എന്തെഴുതണം? ചില അക്ഷരങ്ങളെ ഇവിടെ പൂരിപ്പിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് പൂരിപ്പിക്കാം. താര അരി വിതറി. എങ്ങനെ വായിക്കാം? താര അരി വിതറി. താര അരി വിതറി.